എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമ്മൾ എത്തുമ്പോൾ വലിയ തിരക്ക് തന്നെയാണ്. അതിൽ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂരിലെ കാര്യം സൂചിപ്പിച്ച പോലെ അതിനേക്കാൾ കൂടുതലാണ് പോളിംഗ് ശതമാനം 20-ലേക്ക് എത്തിക്കഴിഞ്ഞു. തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം ആദ്യ 3.5 മണിക്കൂറിനോടടുക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം 20% എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മണ്ഡലങ്ങളിലും, അതായത് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ സമാനമായ രീതിയിൽ തന്നെയുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ചർച്ചകളാണ് ഇന്ന് മുഴുവനായി നടക്കുന്നത്. ആ രാഷ്ട്രീയ ചർച്ചകളിൽ ശോഭാ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് തൃശ്ശൂരിൽ വെച്ചാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഇ പി ജയരാജനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ജയരാജനൊരു മറുപടി നൽകിയപ്പോൾ, മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടിനെക്കുറിച്ച് മറുപടി നൽകിയപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടിനെക്കുറിച്ചാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഇവിടെ പ്രതികരിച്ചത്. അതായത് മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടും അത്ര ശരിയല്ലല്ലോ എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ ഒരു കേരളത്തിൽ ഉടനീളം നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് തൃശ്ശൂരിൽ നിന്നും അതിൻ്റെ അലയൊലികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യ മുന്നണികൾ ഏറ്റവും അധികം തങ്ങളുടെ വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും പ്രായമായവരെല്ലാം തന്നെ ഈ ചൂട് കനക്കുന്നതിന് മുൻപ് തന്നെ അവരെല്ലാം തന്നെ സംവിധാനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അങ്ങനെയെല്ലാം തന്നെ എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ യുവാക്കളുടെ ഒരു പങ്കാളിത്തം, അത് തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 40 വയസ്സിൽ താഴെയുള്ള 5 ലക്ഷത്തിലധികം വോട്ടുകളാണ് തൃശ്ശൂർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായി ഉള്ളത്. അതുകൊണ്ട് യുവാക്കളുടെ വോട്ട് അത് വലിയൊരു സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും പോളിംഗ് അതിഗംഭീരമായി തന്നെ തൃശ്ശൂരിലും പുരോഗമിക്കും. തൃശ്ശൂരിൽ കനത്ത് പോളിംഗ് പെയ്യുകയാണെന്ന് പറയാം. 10-20 സംസ്ഥാന ശരാശരി 19.16 ആണ്. അതായത് ആദ്യത്തെ 3.5 മണിക്കൂറിൽ 20% വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ കാസർഗോട്ട് ലോക്സഭാ മണ്ഡലത്തില് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള 10-15 വരെയുള്ള പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വടക്കേ അറ്റത്തേക്ക് പോകുമ്പോഴത്തേക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 16.97, കാസർഗോഡ് 16.82. പക്ഷേ അവിടെ നിന്ന് നമ്മൾ തെക്കോട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിലും മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടി വരുന്നതായിട്ട് കാണാം. പുതുമയിൽ 17, കാഞ്ഞങ്ങാട് 16 ഉള്ളൂ, തൃക്കരിപ്പൂരിൽ 18, പയ്യന്നൂരിൽ 21%, കല്യാശ്ശേരി മണ്ഡലത്തിൽ 19.68. അതായത് അവിടെ ഒരു ശക്തമായ മത്സരം നേരിടുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ കനത്ത പോളിംഗ് നടക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ കൊണ്ടുവന്ന ആവേശത്തോടെയുള്ള അത് ഞാൻ ഇത്തവണ കാസർഗോഡ് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ CPM പ്രവർത്തകർ കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഇത്തവണ പറ്റരുത്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം എത്ര പോപ്പുലർ വോട്ട് പിടിക്കും തുടങ്ങിയ ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും CPIM-ന് പോൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ വോട്ടുകളും പോൾ ചെയ്യണം എന്നുള്ള നിലയിൽ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടന. ഇപ്പോൾ പയ്യന്നൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ അല്ലാതെ ഒരാൾ ഈ 1957 ശേഷം ജയിച്ചിട്ടേ ഇല്ലാത്ത മണ്ഡലമാണ് പയ്യന്നൂർ. അപ്പോൾ അവിടെയൊക്കെ ആ നിലയ്ക്കുള്ള പൊളിറ്റിക്കൽ വർക്കിന്റെ ഗുണഫലം കൂടി ആകാം ഇതെന്ന് വിചാരിക്കുന്നു.